നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആ വിഷയം ഇന്ന് കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ SIT റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ കാര്യമായി തന്നെ പറഞ്ഞു. ഈ എങ്ങനെയൊക്കെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്, തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ വരെ മാറ്റപ്പെട്ടത് എന്നതൊക്കെ ഈ SITയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ കോടതി പ്രതിഭാഗത്തോട്, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ കേസിലെ പ്രതിഭാഗത്തോട് വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാമായിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി പ്രത്യേകം തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നോ? ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരുന്ന പ്രതികളെയാണോ ആക്രമിച്ചത്? സ്ഥലത്തെ സാഹചര്യം ലോക്കൽ പോലീസ് ശാന്തമാക്കിയ ശേഷമാണോ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഈ പ്രതികൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, അവർക്ക് ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് സുരക്ഷാ ചുമതലയുടെ ഭാഗമായി തങ്ങൾ ഇറങ്ങിയതും ഈ സ്ഥിതി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നുമാണ് പ്രതികൾ പറഞ്ഞത്. പരാതിക്കാർ ആക്രമിക്കാനായി ഒളിച്ചിരുന്നു ഈ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നതാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം. വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ പ്രതിഭാഗത്തോട് കോടതിയും ചോദിച്ചിരിക്കുന്നു.